ഇലക്ട്രോഐറ്റിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ലാസ്റ്റ് നോക്കിയത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആയിരുന്നു. പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ കണ്ടിന്യൂഷൻ ആണെന്ന് നമ്മൾ നോക്കുന്നത്. അതിൽ യൂണിവേഴ്സൽ ജോയിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ ജോയിൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഷാഫ്റ്റ് ആണ് യൂണിവേഴ്സൽ ജോയിന്റ്. അതായത് പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷാഫ്റ്റ് ആണ്, ജോയിന്റ് ആണ് എന്ത് യൂണിവേഴ്സൽ ജോയിന്റ്. യൂണിവേഴ്സൽ ജോയിന്റ് ആണ് ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിലെ ആംഗിൾ ചേഞ്ചസിൽ വരുന്ന കാര്യങ്ങളെല്ലാം ശരിയാക്കുന്നവരാണ് യൂണിവേഴ്സൽ ജോയിന്റ് ആണ്. ഈ യൂണിവേഴ്സൽ ജോയിന്റ് പല ടൈപ്പിലുണ്ട്. നമ്മൾ ആ ടൈപ്പും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന രണ്ട് ജോയിന്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അതിനു മുമ്പ് യൂണിവേഴ്സൽ ജോയിന്റിന്റെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യണം. ഫസ്റ്റത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്ലെക്സിബിൾ ഓഫ് ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഡ്യൂ ടു സസ്പെൻഷൻ മൂവ്മെന്റ്. സസ്പെൻഷൻ മൂവ്മെന്റിന്റെ എന്താണ് അതുകൊണ്ടുണ്ടാവുന്ന ആംഗിൾ ചേഞ്ചസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജോയിന്റ് ആണ് ഇത് യൂണിവേഴ്സൽ ജോയിന്റ്. എന്താണ്? നമ്മൾ വണ്ടിയുടെ ഒരു ഹമ്പ് കയറുമ്പോഴോ ഗട്ടറിൽ ചാടുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യും? വീല് മുകളിലേക്കും താഴേക്കും ഒക്കെ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഷാഫ്റ്റും അതിനനുസരിച്ച് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. ആ നീങ്ങുന്ന നീങ്ങലുകള് എന്ത് ചെയ്യരുത്? എഞ്ചിനിലേക്കും അതേപോലെ ഗിയർ ബോക്സിലേക്കും അതേപോലെ പോയി ഇടിച്ചു കയറരുത്. അതെന്ത് ചെയ്യണം? ആ ഷാഫ്റ്റിൽ വെച്ച് തന്നെ ആ എന്താ പറയുന്നത് ആ എനർജിയും കാര്യങ്ങളൊക്കെ ആ ഷാഫ്റ്റിൽ തന്നെ റിസോൾവ് ആയി പോകണം. അങ്ങനെ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂണിവേഴ്സൽ ജോയിന്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ യൂണിവേഴ്സൽ ജോയിന്റിന്റെ ഫിഗർ കണ്ടിരുന്നു. അതെന്താണ്? രണ്ട് കുളത്ത് ഇങ്ങനെ കൂട്ടിയിട്ട പോലെയാണ് യൂണിവേഴ്സൽ ജോയിന്റ് ഉണ്ടാവുക. അപ്പൊ എന്താണ്? ഒരു സ്ഥലം ഒരു ഷാഫ്റ്റ് എന്താണ് ഫിക്സഡ് ആയി നിൽക്കുമ്പോൾ മറ്റേ ഷാഫ്റ്റ് മൂവ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യും? ഈ ജോയിന്റിൽ കടന്ന് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്ത് അത് അപ്പുറത്തെ ഷാഫ്റ്റിലേക്ക് എത്താണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? യൂണിവേഴ്സൽ ജോയിന്റ് യൂസ് ചെയ്യുന്നത്. അടുത്തതിന്റെ പ്രധാനമായ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്കിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടോർക്കിന് എന്താണ്? എഞ്ചിനിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ എനർജി എവിടേക്ക് എത്തണം? നമ്മളുടെ വീലുകളിലേക്ക് എത്തണം. അത് എഞ്ചിൻ എവിടെയായിരിക്കും? നമ്മളെ കാറുകളിലും കാര്യങ്ങളിലൊക്കെ എവിടെയാ? ഫ്രണ്ടിലാണ് എഞ്ചിൻ ഉണ്ടാവുക. ബാക്കിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പവർ എത്തേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? കുറെ ഡിസ്റ്റൻസിലേക്ക് എന്ത് ചെയ്യണം? ഈ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേഷണൽ ആയിട്ടാണ് നമുക്ക് ഫോഴ്സിന് വേണ്ടത് അല്ലെ? നമുക്ക് എന്താ? കറങ്ങ വേണ്ട, വീലുകൾ കറങ്ങ വേണ്ട. അങ്ങനെ റൊട്ടേഷണൽ ആയിട്ടുള്ള ഫോഴ്സിനെയാണ് എന്ത് പറയാ? ടോർക്ക് എന്ന് പറയാ. ഈ ടോർക്ക് എവിടേക്ക് എത്തണം? ഫ്രണ്ട് എഞ്ചിനിൽ നിന്ന് ബാക്കിലേക്ക് എത്തണം. അപ്പൊ എന്ത് ചെയ്യണം? കുറെ ലെങ്ത് വേണം അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി. ഈ ട്രാൻസ്മിറ്റ് ചെയ്യണ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനും അതേപോലെ ഈ ലെങ്ത്തിലേക്ക് ടോർക്കിനെ കൊടുക്കാനും അതേപോലെ ആംഗിളിനെ ഹൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? യൂണിവേഴ്സൽ ജോയിന്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂണിവേഴ്സൽ ജോയിന്റ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ഒരു 18 ഡിഗ്രി വരെയുള്ള ആംഗിൾസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? യൂണിവേഴ്സൽ ജോയിന്റ് ആണ്. അതേപോലെ എന്താ? ലെങ്ത്തിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? സ്ലിപ്പ് ജോയിന്റിനെ പറ്റിയും പഠിച്ചിരുന്നു. യൂണിവേഴ്സൽ ജോയിന്റിൽ സ്ലിപ്പ് ജോയിന്റ് ആണ് എന്ത്? ലെങ്ത്തിൽ വരുന്ന വേരിയേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആംഗിളിൽ വരുന്ന വേരിയേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? യൂണിവേഴ്സൽ ജോയിന്റ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകം ആലോചിക്കണത്, ലെങ്ത്തിൽ വരുന്നത് സ്ലിപ്പ് ജോയിന്റും ആംഗിളിൽ വരുന്ന ചേഞ്ച് യൂണിവേഴ്സൽ ജോയിന്റും ആണ്. അതാണ് അടുത്തൊരു ധർമ്മം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇറ്റ് അലോ വൺ ഓർ മോർ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ടു ബി ലിങ്ക്ഡ് ടുഗദർ അലോയിങ് ട്രാൻസ്മിഷൻ ഓഫ് പവർ. എന്താണ്? ഒന്നിൽ കൂടുതൽ ഷാഫ്റ്റുകളെ ലിങ്ക് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നു? യൂണിവേഴ്സൽ ജോയിന്റ് യൂസ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചിരുന്നു, രണ്ട് ഷാഫ്റ്റുകളെയാണ് എന്ത് ചെയ്യുന്നത്? യൂണിവേഴ്സൽ ജോയിന്റ് ലിങ്ക് ചെയ്യുന്നത്. നമ്മൾ ട്രക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, അശോക് ലേലൻഡിന്റെ വണ്ടിയുടെ ഫിഗർ കണ്ടിട്ട് നമ്മൾ പറഞ്ഞത് 3 പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് വരെ ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ യൂണിവേഴ്സൽ ജോയിന്റ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു എടുത്ത സമയത്ത്. എന്താണ്? വലിയൊരു ട്രക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ലെങ്ത്തുള്ള ട്രെയിലറൊക്കെ ആണെങ്കിൽ എന്താണ്? കുറെ വീലുകളും കാര്യങ്ങളും ഉണ്ടാവും. മുന്നിൽ നിന്ന് പിന്നിലേക്ക്, അല്ലെങ്കിൽ ചില ട്രക്കുകളിലൊക്കെ ഇപ്പൊ സെൻട്രലായിട്ടാണ് എഞ്ചിൻ വരുന്നത്. ഇല്ലെങ്കിൽ എന്താണ്? ഫ്രണ്ട് ബോഡിയുടെ തൊട്ട് പിന്നിലായിട്ട് ബാക്കിലായിട്ട് വലിയ ഹൈ പവർ വണ്ടികളിലൊക്കെ ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ ലെങ്ത് മിഡിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? ഫ്രണ്ടിലും പവർ വീലിലേക്ക് കൊടുക്കുന്നുണ്ട്, റിയറിലേക്കും വീലിലേക്ക് പവർ കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് സംഭവം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻട്രലൊക്കെ ഡിപ്പ് വണ്ടികളിലൊക്കെ എന്ത് ചെയ്യുന്നത്? വലിയ ഇപ്പൊ നമ്മൾ ഇറങ്ങുന്ന മിക്ക ലോറികളിലൊക്കെ അങ്ങനെയാണ്, ഒരു മിഡിൽ പോർഷനിലായിട്ടാണ് എഞ്ചിൻ കൊടുത്തിട്ടുണ്ടാവുക. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പവർ ട്രാൻസ്മിഷനിൽ വരുന്ന ലാഗും കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ 3 ഫങ്ഷൻസ് ആണ് യൂണിവേഴ്സൽ ജോയിന്റിനുള്ള. എന്താണ്? അലോ ഫ്ലെക്സിംഗ് ഓഫ് ഡ്രൈവ് ഷാഫ്റ്റ് ഡ്യൂ ടു സസ്പെൻഷൻ മൂവ്മെന്റ്. നമ്മുടെ സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന എന്താണ്? ആ വരുന്ന എന്താ പറയാ നീളത്തിലും ആംഗിളിലും വരുന്ന ചേഞ്ചസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? യൂണിവേഴ്സൽ ജോയിന്റ് യൂസ് ചെയ്യുന്നത്. വണ്ടി എന്താണ്? ഒരേ നിരപ്പിലൂടെ അല്ല പോവുക, പല പല നിരപ്പിലൂടെ പോവും. അപ്പൊ എന്ത് ചെയ്യും? ഷാഫ്റ്റ് മുന്നിലേക്ക് പിന്നിലേക്കൊക്കെ വരും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സൽ ജോയിന്റ് ചെയ്യുന്നു.
അതേപോലെ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് ഗിയർ ബോക്സിലെത്തി ഗിയർ ബോക്സിന് ഡിഫറൻഷ്യലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പ്രൊപ്പല്ലർ ഷാഫ്റ്റ് യൂസ് ചെയ്യുന്നത്. ആ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ വർക്കിംഗ് ഈസി ആക്കാനും പ്രോപ്പർ ആയിട്ട് നടക്കാനും വേണ്ടിയിട്ടാണ് യൂണിവേഴ്സൽ ജോയിന്റ് യൂസ് ചെയ്യുന്നത്. അടുത്ത എന്താണ്? ഒന്നിൽ കൂടുതൽ ഷാഫ്റ്റുകളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ബന്ധിപ്പിക്കുക മാത്രമല്ല അവരെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പ്രാപ്തരാക്കുകയും ചെയ്യുന്ന എന്ത്? ഒരു യൂണിവേഴ്സൽ ജോയിന്റ്. ഇത്രയും 3 ധർമ്മങ്ങളാണ് എന്തുള്ളത്? യൂണിവേഴ്സൽ ജോയിന്റിന് ഉള്ളത്. നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ ജോയിന്റ് ഒരുപാട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ മെയിൻ ആയിട്ട് വരുന്ന 2 ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? വേരിയബിൾ വെലോസിറ്റി ജോയിന്റും കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റും. അല്ലെന്താ പേരിൽ നമുക്ക് മനസ്സിലാവും. വേരിയബിൾ വെലോസിറ്റി ജോയിന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടേ ഇരിക്കും. കോൺസ്റ്റന്റ് വെലോസിറ്റി ടൈപ്പിൽ എന്താ? ഒരേ വെലോസിറ്റി എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. ഇതാണ് എന്ത്? കോൺസ്റ്റന്റ് വെലോസിറ്റി ടൈപ്പ്. വേരിയബിൾ വെലോസിറ്റിയിൽ നമുക്ക് ഇങ്ങനെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പൾസ് മൂവ് ചെയ്യണം, എന്ത് ചെയ്യുക? ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പൊ എന്താ ഒരു ലാഗ് വരും എന്നുള്ള കാര്യം അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. പവറിൽ ലാഗ് വരും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. കോൺസ്റ്റന്റ് വെലോസിറ്റി ടൈപ്പ് ആണ് ഇപ്പൊ മിക്ക വണ്ടികളും. ഇപ്പൊ CVT വണ്ടികളൊക്കെയാണ് കോൺസ്റ്റന്റ് വെലോസിറ്റി വണ്ടികളാണ്. എല്ലാം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കാര്യങ്ങളിലേക്കൊക്കെ എല്ലാ വണ്ടികളും മാറി തുടങ്ങി. അങ്ങനെ വരുമ്പോൾ അതിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ കോൺസ്റ്റന്റ് വെലോസിറ്റി ടൈപ്പ് യൂണിവേഴ്സൽ ജോയിന്റ് ആണ്. ഈ യൂണിവേഴ്സൽ ജോയിന്റ് നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ ജനറൽ ആയിട്ടുള്ള യൂണിവേഴ്സൽ ജോയിന്റ്സ് ആണ്. അതായത് എന്താ? ഒരു കോമൺ ആയിട്ട് വരുന്ന യൂണിവേഴ്സൽ ജോയിന്റ്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലൊക്കെ മോഡിഫിക്കേഷൻ വരുത്തിയ സാധനങ്ങളാണ്. ഓരോ കമ്പനിക്കാർക്കും അവരുടേതായ സ്പെസിഫിക്കേഷനിലും അവരുടേതായ സെൻസറുകളും കാര്യങ്ങളൊക്കെ വെച്ച് വേറൊരു ഇതിന്റെ ഒന്നുകൂടി അപ്ഡേറ്റഡ് വേർഷൻസ് ആണ് വണ്ടികൾ എല്ലാവർക്കും യൂസ് ചെയ്യുക. ഒരു വണ്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ടാവും, അടുത്ത വണ്ടിക്ക് വേറെ ഒന്നായിരിക്കും. ഒരു ബ്രാൻഡിന് ഒരു വേർഷൻ ഉണ്ടാവും, അടുത്ത അവരുടെ വേറൊരു ബ്രാൻഡ് ആണെങ്കിൽ അതിന് വേറൊരു സിസ്റ്റം ആയിരിക്കും. നമ്മളിവിടെ ജനറലൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് വേരിയബിൾ വെലോസിറ്റി ജോയിന്റില് 3 എണ്ണമായിട്ട് വേരിയബിൾ വെലോസിറ്റി ജോയിന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ക്രോസ് ഓർ സ്പൈഡർ ടൈപ്പ്, ക്രോസ് ഓർ സ്പൈഡർ ടൈപ്പ് ആണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ ടൈപ്പ് ആണ് എന്ത്? റിംഗ് ടൈപ്പ്. രണ്ടാമത്തെ ഏതാണ്? റിംഗ് ടൈപ്പ്. മൂന്നാമത്തെയോ ബാൾ ആൻഡ് ടൂർണിയൻ ടൈപ്പ്. ബാൾ ആൻഡ് ടൂർണിയൻ ടൈപ്പ്. ഇതിൽ ക്രോസ് ഓർ സ്പൈഡർ ടൈപ്പും ബാൾ ആൻഡ് ടൂർണിയൻ ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. റിംഗ് ടൈപ്പ് നമുക്ക് കാര്യമായിട്ട് ചോദിക്കാറില്ല. ക്രോസ് സ്പൈഡർ ടൈപ്പ് ആണ് യൂണിവേഴ്സൽ ജോയിന്റിൽ ജനറൽ ആയിട്ട് കാണുന്ന യൂണിവേഴ്സൽ ജോയിന്റുകളൊക്കെ. നമ്മൾ എന്താണ് ലോറിയുടെയും ട്രക്കിന്റെ ഒക്കെ അടിയിൽ കാണുന്നതൊക്കെ മിക്കതും എന്തായിരിക്കും? ക്രോസ് അല്ലെങ്കിൽ സ്പൈഡർ ടൈപ്പ് ആണ്. ബാൾ ആൻഡ് ടൂർണിയൻ ടൈപ്പ് മനസ്സിലാവും, സുഖമാണ്. ബാൾ ആൻഡ് ടൂർണിയൻ ടൈപ്പ് ജോയിന്റുകളിലൊക്കെ ഒരു റബ്ബർ ബൂട്ട്, നമ്മൾ എന്താണ് ഫ്രണ്ടിൽ ആക്സിസ് പഠിച്ച റബ്ബർ ബൂട്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ എന്താണ് ഒരു റബ്ബർ ബൂട്ട് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതായിരിക്കും എന്ത്? ബാൾ ആൻഡ് ടൂർണിയൻ ടൈപ്പ്. പെട്ടെന്ന് ബാൾ ആൻഡ് ടൂർണിയൻ ടൈപ്പിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ആ റബ്ബർ ബൂട്ട് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇത് ഏകദേശം ഇതേ ബാൾ ആൻഡ് ടൂർണിയന്റെ അതേ ടൈപ്പിലുള്ള റബ്ബർ ബൂട്ട് കവറിങ് എന്തിലും ഉണ്ടാവും, റെസപ്പയിലും ബെൻഡിക്സിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ റെസപ്പയാണ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ജനറൽ ആയിട്ട് യൂസ് ചെയ്യാറ്. ബെൻഡിക്സും ട്രാക്ട് ഒക്കെ അധികം അങ്ങനെ യൂസ് ചെയ്ത് കാണാറില്ല. അതൊരു വേറെ സ്പെസിഫിക്കേഷൻ വണ്ടികളിലൊക്കെയാണ് എന്ത്? ബെൻഡിക്സ് ബേസും ട്രാക്ട് ഒക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ വണ്ടി എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ്. ഓഫ് റോഡ് വെഹിക്കിൾ ആണോ, അതോ നമ്മളൊരു മൾട്ടി യൂട്ടിലിറ്റി വണ്ടിയാണോ, ഒരു സെഡാൻ ആണോ, അങ്ങനെ അതിനനുസരിച്ചൊക്കെ ഇവരുടെ ഈ എന്താണ് ഈ ഓരോ കമ്പോണന്റിലും വണ്ടികളിലെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ജനറൽ ആയിട്ട് കാണാറുള്ള റെസപ്പയാണ് കോൺസ്റ്റന്റ് വെലോസിറ്റി ടൈപ്പില് ജനറൽ ആയിട്ട് കാണാം. നമ്മുടെ മാരുതിയിലൊക്കെ മിക്കത് വണ്ടികളിലും റെസപ്പ ടൈപ്പ് കോൺസ്റ്റന്റ് വെലോസിറ്റി ടൈപ്പ് ജോയിന്റ്സ് ആണ് യൂസ് ചെയ്യാറ്. അപ്പൊ കോൺസ്റ്റന്റ് വെലോസിറ്റി നമുക്ക് നോക്കാനുള്ള റെസപ്പയും അതേപോലെ വേരിയബിൾ ജോയിന്റ് ടൈപ്പില് ക്രോസ് സ്പൈഡറും ബാൾ ആൻഡ് ടൂർണിയനും. മൊത്തം എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ട്? മെയിൻ ആയിട്ട് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ 2നെയും 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വേരിയബിൾ വെലോസിറ്റി ടൈപ്പ്, ക്രോസ് സ്പൈഡർ ടൈപ്പ്, റിംഗ് ടൈപ്പ്, ബാൾ ആൻഡ് ടൂർണിയൻ ടൈപ്പ് എന്ന് 3 ക്ലാസിഫിക്കേഷനും കോൺസ്റ്റന്റ് വെലോസിറ്റി ടൈപ്പിൽ റെസപ്പ, ബെൻഡിക്സ് ബേസ് ആൻഡ് ട്രാക്ട് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനാണ് അതിലുള്ളത്. നമ്മൾ ഫസ്റ്റ് ക്രോസ് ഓർ സ്പൈഡർ ടൈപ്പ് ജോയിന്റ്സിനെ പറ്റിയാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ക്രോസ് ഓർ സ്പൈഡർ ടൈപ്പിൽ എന്താണ്? An improved form of universal joint uses needle roller bearing to support the cross in the yoke. എന്താണ് നമ്മൾ ആദ്യം പഠിച്ച യൂണിവേഴ്സൽ ജോയിന്റ് എടുത്തിരുന്നു അല്ലെ? യൂണിവേഴ്സൽ ജോയിന്റ് എടുത്ത സമയത്ത് എന്താ? യൂണിവേഴ്സൽ ജോയിന്റ്സിനെ 2 യോക്കിനെ, 2 തള്ളി നിൽക്കുന്ന ഭാഗങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്തിരുന്നു? ഒരു സെന്റർ ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ യൂസ് ചെയ്തിരുന്നു. ഈ സെന്റർ ബ്ലോക്കിൽ വരുന്ന വേരിയേഷൻസ് ആണ് ഓരോ ടൈപ്പ് യൂണിവേഴ്സൽ ജോയിന്റ്സിന്റെ വ്യത്യാസങ്ങൾ. സെന്റർ ആ ബ്ലോക്ക് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ യൂണിവേഴ്സൽ ജോയിന്റ്സിനെയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സെന്റർ ബ്ലോക്കിൽ നമ്മൾ എടുത്ത സമയത്ത് നമ്മൾ ആ ഫിഗർ കണ്ട, ആദ്യത്തെ ഫിഗർ കണ്ട ആ ഫിഗറിൽ എന്തായിരുന്നു? ഒരു യൂണിവേഴ്സൽ ജോയിന്റ് മുകളിലേക്ക് നിൽക്കുന്നു, അടുത്ത യൂണിവേഴ്സൽ ജോയിന്റ് അതിന് തൊട്ടടുത്തായിട്ട് നിൽക്കുന്നു. ഇങ്ങനെയായിരുന്നു ആ യൂണിവേഴ്സൽ ജോയിന്റ് ഉണ്ടായിരുന്നത്. മുകളിലേക്ക് ഒരു ഷാഫ്റ്റും താഴത്ത് ഇവിടെ ആയിട്ടാണ് ഒരു കുറച്ച് പ്രൊജക്റ്റഡ് ആയിട്ടാണ് എന്ത് അടുത്ത ജോയിന്റ് നിന്നിരുന്നത്.
ഈ ക്രോസ് ടൈപ്പിൽ അല്ലെങ്കിൽ ഈ സ്പൈഡർ ടൈപ്പിൽ എന്താണ് ഒരൊറ്റ ക്രോസ്, അതായത് നമ്മളൊരു മൾട്ടിപ്ലിക്കേഷനിലെ ഗുണന ചിഹ്നല്ലേ, അതേപോലെ എനിക്ക് എന്തുണ്ടായിരിക്കുക, ക്രോസ് ടൈപ്പില് സെന്റർ ബ്ലോക്ക് ഉണ്ടായിരിക്കുക. ഒറ്റ പീസായിട്ട് ആയിരിക്കും എന്ത് ഉണ്ടായിരിക്കുക, സെന്റർ ബ്ലോക്ക് ഉണ്ടായിരിക്കുക. ഇതെന്താണ് യൂണിവേഴ്സൽ ജോയിന്റിന്റെ ഒരു ഇംപ്രൂവ്ഡ് ഫോം ആണ്. അതിന്റെ മുകളിൽ ഒരു നീഡിൽ റോളർ ബിയറിംഗ് ഉണ്ടായിരിക്കും. മുകളിൽ നീഡിൽ റോളർ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ അറ്റ ഭാഗത്ത് ഉള്ള ഒരു ബിയറിംഗിനാണ് എന്ത് നീഡിൽ റോളർ ബിയറിംഗ് എന്ന് പറയുക. അതെന്തിനാണ്, രണ്ട് യോക്കിനെയും 4 യോക്കിനെയും ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ക്രോസ് ജോയിന്റുകൾ യൂസ് ചെയ്യുന്നത്. ദിസ് റിസൾട്ട് ഇൻ ഇൻക്രീസിങ് ഓഫ് ജോയിന്റ് എഫിഷ്യൻസി. ഈ ക്രോസ് സ്പൈഡർ ജോയിന്റ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പവറിന്റെ അതേ അളവില് കുറച്ച് ലോസ് ഉണ്ടാവും, എന്നാലും ഏറെക്കുറെ അതേ അളവിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ നിന്ന് അടുത്ത പ്രൊപ്പല്ലർ ഷാഫ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അതെന്താണ്, ക്രോസ് ഓർ സ്പൈഡർ ഷാഫ്റ്റില് എഫിഷ്യൻസി കൂടിയ ഷാഫ്റ്റ് ആണ് എന്ത്, ക്രോസ് ഓർ സ്പൈഡർ ജോയിന്റുകൾ. പക്ഷെ ഇവിടെ ഒരു ഡിഫക്റ്റ് ഉണ്ട്, അവർക്ക് ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. കൂടുതൽ കോണ്ടാക്ട് വരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയാ അടുപ്പം വരുമ്പോൾ എന്താണ്, ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. കൂടുതൽ കോണ്ടാക്ട് വരുമ്പോൾ ഫ്രിക്ഷൻ കൂടുതലായി. അതുകൊണ്ട് എന്താ, ഈ ടൈപ്പിൽ തേയ്മാനത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതില്, ക്രോസ് ഓർ സ്പൈഡർ ടൈപ്പില്. ഇതിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ബിയറിംഗ് റൈസ് ഓൺ ദി ഇൻസൈഡ് ആർ ക്രൗണ്ട്. മുകളിൽ കാണുന്ന ബിയറിങ്ങിനെ ഒരു ക്രൗൺ, അതായത് ഒരു പ്രത്യേക ഒരു ക്യാപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്തിരിക്കും, കവർ ചെയ്ത് വെച്ചിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാ, അത് ഡസ്റ്റും മണ്ണും പൊടിയൊന്നും കയറി പോവാണ്ടിരിക്കാനും, പിന്നെന്താണ് ഈസി മൂവ്മെന്റ്, അതായത് ഇതിന് എന്ത് വേണം, നമുക്ക് ആംഗിൾ ചേഞ്ചസ് നടത്തണം. അപ്പൊ എന്ത് ചെയ്യണം, അങ്ങോട്ട് മുകളിലേക്ക് താഴേക്കും ഒക്കെ എന്ത് ചെയ്യണം, ഇത് മൂവ് ചെയ്യണം. ആ മൂവ് ചെയ്യുന്നത് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മുകളിൽ ഒരു ക്രൗൺ ക്യാപ്പിംഗ് കൊടുക്കുന്നത്. അത് ഓരോ ടൈപ്പിലും ഈ ക്രൗണിന് വ്യത്യാസങ്ങൾ വരും, അതേപോലെ ക്രോസിനും വ്യത്യാസം വരും. ഇതില് ഒരു ക്യാപ് ടൈപ്പ് ക്രൗൺ ആണ് എന്തിൽ കൊടുത്തിരിക്കുന്നത്, ഈ ക്രോസ് ഓർ സ്പൈഡർ ടൈപ്പ് ജോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് എന്ത്, ഒരു ക്രോസ് ടൈപ്പ് സ്പൈഡർ ജോയിന്റ്, ക്രോസ് ടൈപ്പ് ജോയിന്റ് ആണ് ഇത്. ഇതെന്താ, നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെയാണ്. 2 യോക്കുകൾ ഉണ്ട് അല്ലെ, ഇതാണ് ഒരു യോക്ക്, ഇത് അടുത്ത യോക്ക്. ഈ 2 യോക്കിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെന്റർ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഇവിടെ സെന്റർ ബ്ലോക്ക് നിങ്ങൾക്ക് കണ്ടറിയാം, ഒരൊറ്റ പീസിലാണ് നിൽക്കുന്നത്. ലാസ്റ്റ് വീഡിയോ ഒന്ന് എടുത്തു നോക്കുക, അതിൽ നമ്മൾ കണ്ട സെന്റർ ബ്ലോക്ക് എങ്ങനെയായിരുന്നു, ഈ ഷാഫ്റ്റ് ഒറ്റ പീസും ഈ ഷാഫ്റ്റ് കുറച്ച് പുറത്തേക്കായിട്ടാണ് നിന്നിരുന്നത്. ഇതെന്താണ്, ഒറ്റ ഒന്നായിട്ടാണ് ഇതിൽ നിൽക്കുന്നത്. ഇതാണ് ആ ക്രൗൺ എന്ന് പറയുന്ന സാധനം. ഈ ക്രൗണിനൊരു എന്താ പറയാ, ക്രൗണിന് കുറച്ചുകൂടി പ്രൊജക്റ്റഡ് ആയിട്ടായിരിക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാ, എന്താ പറയാ, ഒരു ലൂസ് കോണ്ടാക്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ ക്രോസിന്റെ അറ്റഭാഗം കുറച്ച് തിക്നെസ് കൂടിയ ഭാഗമായിരിക്കും എന്തുണ്ടാവുക, അറ്റ ഭാഗത്ത് ഉണ്ടാവുക. ഇതാണ് നീഡിൽ റോളർ. ആ മുകളിൽ കണ്ടില്ലേ, എന്താണ് ഒരു സർക്കുലർ ഷേപ്പിൽ കണ്ടില്ലേ, ഇതാണ് നീഡിൽ റോളർ. ഈ നീഡിൽ റോളറിനെ യോക്കിൽ ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സർക്കിൾ ക്ലിപ്സുകൾ യൂസ് ചെയ്യുന്നത്. സർക്കുലർ ആയിട്ടുള്ള ക്ലിപ്പുകളാണ്. മുകളിൽ ആ ക്ലിപ്പും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യില്ല, പുറത്തേക്ക് പോരില്ല. ഈ ഒരു തണ്ട് ഭാഗത്തിന് എന്ത് പറയുക, സ്പൈഡർ എന്ന് പറയാ. നമുക്കറിയുന്ന പോലെ ഇതാണ് യോക്കിന്റെ ഷാഫ്റ്റ്, ഇവിടുന്നാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വന്ന് നിൽക്കുക. ഇത് പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ ബാക്കി എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന യോക്കാണിത്. ഈ യോക്കിനെയും ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സെന്റർ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഈ സെന്റർ ബ്ലോക്കിന്റെ ഈ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയാ, സ്പൈഡർ എന്ന് പറയാ. ഇതാണ് എന്ത്, നീഡിൽ ബിയറിംഗ്. നീഡിൽ ബിയറിംഗിനെ യോക്കിൽ ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സർക്കിൾ ക്ലിപ്പുകൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഒരു ബേസിക് എന്ത് ക്രോസ് ഓർ സ്പൈഡർ ജോയിന്റ്. ഇനി ഇതിൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇത് എൻ്റെ ഒരു ഡയഗ്രാമായിരിക്കും. നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ, നോട്ടിൽ വരയ്ക്കുമ്പോൾ ഈ ഫിഗർ വരച്ചാൽ മതി. ക്രോസിന്റെ സ്പൈഡർ ജോയിന്റിന്റെ ഫിഗർ വരയ്ക്കുമ്പോൾ ഇത് വരച്ചാൽ മതി. ഇതിലെന്താണ്, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എന്താണ്, യോക്കുകൾ ഉണ്ട്. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ് ഇത് രണ്ടും. ഇതും പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ്. ഇത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന യോക്കുകളാണ് ഇത് രണ്ടും. ഈ യോക്കുകൾ എന്ത് ചെയ്തു, നമ്മൾ ക്രോസ് ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് വെച്ചു. ആ ക്രോസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ക്രോസിന് എന്ത് ചെയ്തു, 2 യോക്കുകളിലും ഒരു പിവറ്റ് ജോയിന്റ് കൊടുത്ത് ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഒറ്റ ഒരു ഗുണന ചിഹ്നം പോലെ തന്നെയാണ് ഇത്. എന്താണ്, ഒറ്റ പീസിലാണ് ഇത് നിൽക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതെന്ത് ചെയ്യും, ആംഗിളിനെ ചേഞ്ച് ചെയ്യും. കാരണം എന്താ, ഈ ഷാഫ്റ്റിന് മുകളിലേക്ക് താഴേക്ക് മൂവ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്താ, ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കഴിയും. അതാണ് ഈ യൂണിവേഴ്സൽ ജോയിന്റിന്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത്. ആംഗിൾ ചേഞ്ചസ് നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഇപ്പൊ യൂണിവേഴ്സൽ ജോയിന്റിലെ നമ്മൾ ക്രോസ് ടൈപ്പ്, ഫ്ലെക്സിബിൾ ടൈപ്പ് ജോയിന്റുകൾ നോക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്, അതിൽ വരുന്ന വേറൊരു ടൈപ്പ് യൂണിവേഴ്സൽ ജോയിന്റ് ആണ് എന്ത്, ഫ്ലെക്സിബിൾ റിംഗ് ജോയിന്റ്. ഏതിൽ വരുന്നത്, ക്രോസ് ഓർ സ്പൈഡർ ടൈപ്പിൽ വരുന്ന ഒരു വിഭാഗമാണ് എന്ത്, ഫ്ലെക്സിബിൾ റിംഗ് ജോയിന്റ്. ഇതിലെന്താണ്,
നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് വരുന്ന ഷാഫ്റ്റ് ആണ് ഇത്. അതിന്റെ എൻഡിൽ എന്താണ് ഒരു സ്പൈഡർ നമ്മൾ ആദ്യം കണ്ടിരുന്നു. ഇതിൽ സ്പൈഡറിന്റെ രൂപം എങ്ങനെയാണ്? ഒരു വൈ ഷേപ്പിലാണ് എന്തുള്ളത്? സ്പൈഡറിന്റെ രൂപം ഉള്ളത്. മറ്റേ യോക്ക് നമ്മൾ പല്ലിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ടൈപ്പിലായിരുന്നു ആദ്യത്തെ. ഇതിലെന്താണ്? ഒരു വൈ ഷേപ്പിലുള്ള സ്പൈഡർ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഈ സ്പൈഡറിൽ എന്തുണ്ട്? 3 ബോൾട്ടുകൾ കൊടുത്തിട്ടുണ്ട്. 3 ബോൾട്ടാണിത്. ഈ ബോൾട്ടിന്റെ മുകളിൽ എന്താണ്? ഒരു 3 സ്പ്രിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. ഇത് അതേപോലെ അടുത്ത പ്രൊപ്പല്ലർ ഷാഫ്റ്റിലേക്ക് പോകുന്ന ഷാഫ്റ്റ് ആണ്. ആ ഷാഫ്റ്റിന്റെ മുകളിൽ എന്തുണ്ട്? വൈ ഷേപ്പിലുള്ള സ്പൈഡർ ഉണ്ട്. സ്പൈഡറിന്റെ മുകളിൽ അതുപോലെ തന്നെ ബോൾട്ട് ഉണ്ട്, സ്പ്രിങ് ഉണ്ട്. ഇത് രണ്ടിനെയും ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫ്ലെക്സിബിൾ റിംഗ് ആണ്. ഇതാണ് എന്ത്? ഫ്ലെക്സിബിൾ റിംഗ്. ഇത് എന്തിലാണ്? റബ്ബറിൽ ഉണ്ടാക്കിയ ഫ്ലെക്സിബിൾ റിം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൽ എന്തുണ്ട്? 6 ഹോളുകൾ ഉണ്ട്. എത്ര ഹോൾ ഉണ്ട്? 6 ഹോൾ ഉണ്ട്. ഇതിലെന്തുണ്ട്? 3 ബോൾട്ടുകൾ ഉണ്ട്. ഈ 3 ബോൾട്ടുകള് ഇതിലെ 3 ഹോളുകളിലേക്കും അടുത്ത 3 ബോൾട്ടുകൾ ഇതിലെ ഈ 3 ഹോളുകളിലേക്കും കയറി നിൽക്കും. അപ്പൊ എന്തായി? ഇത് രണ്ടും ഫിക്സ് ആയി. പിന്നെന്താണ്? സാധാരണ ഉള്ള പോലെ തന്നെ എന്ത് ചെയ്യും? പ്രൊപ്പല്ലർ ഷാഫ്റ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഇത് അങ്ങോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതിൽ വരുന്ന ഒരു ഡിഫക്റ്റ് എന്താ വെച്ചാൽ വലിയൊരു ആംഗിൾ ചേഞ്ചസ് എന്ത് ചെയ്യാൻ കഴിയില്ല. ഈ ഒരു ടൈപ്പ് ജോയിന്റുകളിൽ വലിയൊരു ആംഗിൾ ചേഞ്ചസ് നടത്താൻ സാധിക്കില്ല. അതേപോലെ തന്നെ എന്താ, ഇവിടെ ബോൾട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ്? ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ബോൾട്ട് ആകുമ്പോൾ എന്താ? കറക്റ്റ് ആ ഒരു ഹോളിന്റെ കറക്റ്റ് പോർഷനിലേക്ക് കയറി നിൽക്കുക ചെയ്യാം. എന്നാൽ ലൂസ് കോണ്ടാക്ട് പാടില്ല. അതിൽ വരുന്ന ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? സ്പ്രിങ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, വലിയൊരു ആംഗിൾ ചേഞ്ചസ് നടത്താൻ സാധിക്കില്ല. ഇതൊക്കെ ആദ്യ കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന എന്താണ്? ക്രോസ് ടൈപ്പ് സ്പൈഡർ ജോയിന്റുകളാണ്. ഇപ്പൊ ഫ്ലെക്സിബിൾ റിംഗ് ജോയിന്റ് ഒന്നും വണ്ടികളിൽ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ എല്ലാവരും എന്താണ്? കണ്ടിന്യൂസ് വേരിയബിൾ ടൈപ്പിലേക്ക് മാറിക്കഴിഞ്ഞു. പഴയ വണ്ടികളിൽ മാത്രമേ എന്തുള്ളൂ? ക്രോസ് സ്പൈഡർ ടൈപ്പ് ജോയിന്റുകളൊക്കെ കാണാൻ സാധിക്കുള്ളൂ. ഇത് രണ്ടും ഫിക്സ് ചെയ്ത് വെക്കും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ നിന്ന് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഇതിങ്ങനെയാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇതില് യോക്കിന് പകരം സ്പൈഡറിൽ ബോൾട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റെന്തായിരുന്നു? സ്പൈഡർ എന്ന് പറഞ്ഞിരുന്നത് അതെന്താണ്? സെൻട്രൽ പോർഷൻ ആണ്. എന്താണോ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അതിനാണ് സ്പൈഡർ എന്ന് പറയുന്നത്. ഇതിൽ സ്പൈഡർ ഈ വൈ ഷേപ്പിൽ കാണുന്ന സ്ട്രക്ചർ ആണ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിരുന്നു നമ്മളെ ക്രോസ് ഓർ സ്പൈഡർ ടൈപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ത്? ബാൾ ആൻഡ് ടൂർണിയൻ ടൈപ്പ് ജോയിന്റ്. ഏതാണ്? ബാൾ ആൻഡ് ടൂർണിയൻ ടൈപ്പ് ജോയിന്റ്. ഇതില് in this type of joint a tournian pin is pressed through a hole in the end of a propeller shaft. നമ്മൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഉണ്ട്. പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ എന്താ? നമ്മുടെ നേരത്തെ പോലെ തന്നെ 2 യോക്കുകൾ ഉണ്ടാവും. ആ യോക്കിന്റെ മുകളിൽ എന്താണ്? ഹോൾ ഉണ്ടാവും. ഈ ഹോളിലൂടെ എന്താണ്? ഒരു ടൂർണിയൻ പിന്നാണ് ഇതിലൂടെ ഇറക്കുന്നത്. ഈ ടൂർണിയൻ പിന്ന് നമ്മൾ നേരത്തെ കണ്ട ക്രോസ് ഇല്ലേ, നമ്മൾ ക്രോസ് സ്പൈഡറിൽ ഫസ്റ്റ് കണ്ട ക്രോസ് ഇല്ലേ, അതേ സാധനം തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ബാൾ ആൻഡ് ടൂർണിയനിൽ ടൂർണിയൻ പിന്നായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസിൽ നമ്മൾ കണ്ടിരുന്ന മുകൾ പോർഷൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ ക്രൗൺ എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ടല്ലോ, ആ ക്രൗൺ എന്നുള്ള പോർഷനിൽ ഇവിടെ എന്ത് ചെയ്യും? ആ ക്രൗണിന് പകരം ഇവിടെ ബോൾ യൂസ് ചെയ്യും. അല്ലെങ്കിൽ എന്താ? ഒരു ടൂർണിയൻ ഒരു എന്താ റോളർ ഉണ്ട്, അത് യൂസ് ചെയ്യും. ടൂർണിയൻ റോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഫാനിന്റെ റെഗുലേറ്റർ അല്ലേ, അതേപോലെയാണ് ടൂർണിയന്റെ പ്രവർത്തനം. അതെന്താണ്? ബോളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ദ പിൻ ഈസ് ഫിറ്റഡ് വിത്ത് ബോൾസ്. പിന്നിൽ എന്താണ്? പിന്നിന്റെ എൻഡ് പോർഷനിൽ ബോൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ്? ടൂർണിയൻ റോളറുകൾ ഉണ്ടാവും. വിച്ച് റൈഡ് ഇൻ ഗ്രൂവ് ഇൻ ദ ഫ്ലാഞ്ചഡ് ബോഡി. ഗ്രൂവ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു സ്ലോട്ട് ഉണ്ടാവും. ആ ബോൾ വെക്കാനുള്ള ഒരു സ്ലോട്ട് ഉണ്ടാവും. നമ്മൾ എന്താ? ഫോണിലെ മെമ്മറിയുടെ സ്ലോട്ട്, സിമ്മിന്റെ സ്ലോട്ട്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ സിം ഇടാനുള്ള ഒരു പോർഷൻ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതേപോലെ ഈ ബോൾ വെക്കാനുള്ള ഒരു ഗ്രൂവ്, ആ ഗ്രൂവിനെയാണ് എന്ത്? സ്ലോട്ട് എന്ന് പറയുന്നത്. അത് എന്തിലുണ്ടായിരിക്കും? ഈ ബോൾ ആൻഡ് ടൂർണിയനിൽ ആ ക്രോസിന്റെ, അതായത് നമ്മുടെ ആ പിന്നിന്റെ മുകളിലായിട്ട് അതിനുള്ളൊരു ഗ്രൂവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു ഫ്ലാഞ്ചഡ് ബോഡി നമ്മളെ റിമ്മില്ലേ, നമ്മളെ റിമ്മ് പോലത്തെ ഒരു സാധനം അതിനെ കവർ ചെയ്ത് നിർത്താൻ വേണ്ടി ഒരു ഫ്ലാഞ്ചഡ് ബോഡി ആയിട്ട് അതും കൊടുത്തിട്ടുണ്ടാവും. അതെന്താ? ബോളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ്ട് കറക്റ്റ് ആ പൊസിഷനിൽ നിർത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫ്ലാഞ്ചഡ് ബോഡി. ഇവിടെ ഫ്ലാഞ്ചഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷേപ്പ്, ഒരു പർട്ടിക്കുലർ ഷേപ്പ്, നമുക്ക് നമ്മളെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു പർട്ടിക്കുലർ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷേപ്പിലുള്ള ഒരു മെറ്റലിനെയാണ് എന്ത് പറയുന്നത്? ഫ്ലാഞ്ചഡ് ബോഡി എന്ന് പറയുന്നത്. ഇവിടെ ബോൾ ആയതുകൊണ്ട് റിം ആണ് ഇവിടെ ഫ്ലാഞ്ചഡ് ബോഡി ആയിട്ട് യൂസ് ചെയ്യുന്നത്. The ball are assembled on bearing, so they rotate with little friction.
ഇതിൽ എന്ത് ചെയ്യും, ബിയറിങ്ങുകൾ കൊടുക്കും. അതേപോലെ ഓയിൽ സീലിങ്ങുകൾ ഉണ്ടാവും, ഓയിൽ കൊടുത്ത് ഓയിൽ സീൽ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ബിയറിങ്ങുകൾ നമ്മൾ കണ്ട ബോൾ ബിയറിങ്സിലെ ബോളില്ലേ, അതേപോലത്തെ ബോൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുക. ഇവിടെ എന്താണ് ത്രെഡ് ടൈപ്പ് ഒരു ബിയറിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുക. എന്തിനു വേണ്ടിയാണ് ത്രെഡ് ടൈപ്പ് ആകുമ്പോൾ? കോണ്ടാക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. റബ്ബറിന്റെ ബിയറിംഗ് ഒക്കെയാണ് സാധാരണ ഇതിൽ യൂസ് ചെയ്യാറ്. Compensate pin springs at each end of the propeller shaft hold the shaft in the center portion. എന്ത് ചെയ്യും, കോമ്പൻസേറ്റ് സ്പ്രിങ്ങുകൾ കൊടുത്തിട്ടുണ്ടാവും. എവിടെ? പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ എൻഡ് ഭാഗത്തായിട്ട് കുറച്ച് കോമ്പൻസേറ്റിംഗ് സ്പ്രിങ്ങുകൾ കൊടുത്തിട്ടുണ്ടാവും. ഈ സ്പ്രിങ് എന്താണ്, ഈ ബോളിലും കാര്യങ്ങളിലും കവിഞ്ഞു വരുന്ന മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ സ്പ്രിങ് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് എവിടെ കൊടുത്തിട്ടുണ്ടാവുക? പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ എൻഡിലാണ് കൊടുത്തിട്ടുണ്ടാവുക. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ബോളിലും കവിഞ്ഞു വരുന്ന മൂവ്മെന്റ്സ്, ആംഗിൾ ചേഞ്ചസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ എൻഡിലുള്ള ഈ സ്പ്രിങ് സഹായിക്കുക. ഈ സ്പ്രിങ് എന്താണ്, നമ്മള് സ്ലിപ്പ് ജോയിന്റ് അല്ല, ഇത് വേറെ സ്പ്രിങ് ആണ്. ഇത് എവിടെ വരുന്നത്? യോക്കിന്റെയും പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെയും നടുഭാഗത്തായിട്ട് വരുന്ന ഒരു സ്പ്രിങ് ആണ് ഇത്. ഇതെന്താണ്, ബോളിൽ വരുന്ന ആംഗിൾ ചേഞ്ചസിനെക്കാളും കൂടുതൽ വരുന്ന ആംഗിൾ ചേഞ്ചസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്പ്രിങ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഡ്രൈവ് ലൈൻ ഉണ്ട്. ഡ്രൈവ് ലൈൻ എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ഷാഫ്റ്റിന് ഒരു എന്താ പറയാ, കറക്റ്റ് ആയിട്ടുള്ള ഒരു നീളത്തിലാവും ഡ്രൈവ് ഷാഫ്റ്റ് ഉണ്ടാവുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാണ്ട് നോക്കാനും കൂടി എന്ത് സാധിക്കുന്നു, ഈ സ്പ്രിങ് സഹായിക്കുന്നു. ഇതാണ് എന്ത്, നമ്മുടെ ഒരു ബോൾ ടൈപ്പ് ടൂർണിയൻ ടൈപ്പ് ജോയിന്റിന്റെ ഒരു ഫിഗർ ആണ്. ഇവിടെ എന്താണ്, ബോൾ അല്ല യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ത്രെഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതുണ്ടോ, റോളർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് ടൂർണിയൻ എന്ന് പറയുന്നത്. ഈ ഷേപ്പിനെയാണ് ടൂർണിയൻ എന്ന് പറയുന്നത്. ഈ ടൂർണിയന്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന റോളറാണ്. റോളർ അല്ലെങ്കിൽ ത്രെഡ് ഷേപ്പിലുള്ള ഒരു സാധനമാണ് ഇവിടേക്ക് ഇറക്കി നിർത്തുക. ഇതിന്റെ ഉള്ളിലേക്കാണ് ഇറക്കി നിർത്തുക. അതിന് ഫിറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറെ വാഷറുകളും ക്ലാമ്പുകളും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബോൾട്ട്, അതേപോലെ വാഷർ, ക്ലാമ്പുകളൊക്കെ യൂസ് ചെയ്യും. ഈ സർക്കുലർ, ഈ ഒരു എന്താ പറയാ, ഒരു ബോൾട്ട് പോലത്തെ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇറങ്ങി നിൽക്കും. എന്തിനു ശേഷം, ഈ ഓക്കിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഇറക്കി വെച്ച് അതിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം അതിലേക്ക് ഇറക്കി വെക്കുന്നു. എന്നിട്ട് ഇത് ഒറ്റ പീസാക്കി മാറ്റാൻ വേണ്ടി ക്ലാമ്പും വാഷറും ഉപയോഗിച്ച് ഫിറ്റ് ചെയ്ത് നിർത്തുന്നു. ഇത് ഞാൻ പറഞ്ഞു, റെഗുലേറ്റർ പോലെയാണ് ഇത് വർക്ക് ചെയ്യുക. ഇതെന്താണ്, ഇതിൽ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഏത്? ഈ റോളറുകൾ അങ്ങോട്ടും മൂവ് ചെയ്യാൻ കഴിയും, ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കഴിയും. അതേപോലെ ഇവിടെയുള്ള എല്ലാ റോളറുകൾക്കും അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, മുകളിലേക്ക് താഴേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഈ മൂവ് ചെയ്യാൻ സാധിക്കുന്ന ഇതാണ് എന്തിനു സഹായിക്കുന്നത്, നമ്മളെ ആംഗിൾ ചേഞ്ചസിന് സഹായിക്കുന്നത്. ഇതെന്താണ്, ഇതിലും നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഫസ്റ്റ് നമ്മൾ പഠിച്ച ക്രോസ് ടൈപ്പ് പഠിച്ചില്ലേ, നമ്മൾ ക്രോസ് ഓർ സ്പൈഡർ ടൈപ്പ് പഠിച്ചില്ലേ, അതിനെക്കാട്ടിലും എന്താണ്, എഫിഷ്യൻസി കുറവാണ് ഇതിന്. പക്ഷെ എന്താണ്, കുറച്ചും കൂടി ഈസിയാണ് ഇതിൽ ഫോഴ്സ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തകരാറ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതില്, ഈ ബോൾ ആൻഡ് ടൂർണിയൻ ടൈപ്പില്. പിന്നെന്താണ്, കുറച്ചുകൂടി കോമ്പാക്റ്റ് ആണ്. മറ്റേതിൽ എന്താണ്, വലിപ്പം കുറച്ച് കൂടുതലാണ്. അതിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ബൾക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ് വരിക. ഇതിലെന്താണ്, ലെങ്ത് ഒക്കെ കുറച്ച് കുറഞ്ഞ രൂപത്തിലേക്ക് ഇതിന് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ എന്താണ്, ഹെവി വെഹിക്കിൾസിലൊന്നും ഇത് യൂസ് ചെയ്യാറില്ല. ചെറിയ വണ്ടികളിലാണ്, കാറ് പോലത്തെ വണ്ടികളിലൊക്കെയാണ് ആദ്യത്തെ മെത്തേഡിൽ, ബോൾ ആൻഡ് ടൂർണിയൻ മെത്തേഡിൽ യൂസ് ചെയ്തിരുന്നത്. Angles in drive line length are permitted by the endwise movement of the ball in body groove. നമ്മൾ പറഞ്ഞു, ആ എൻഡിൽ കാണുന്ന ബോൾ അല്ലെങ്കിൽ റോളർ ആണ് എന്ത് ചെയ്യുന്നത്, ആംഗിൾ ചേഞ്ചസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ ദ ആംഗിൾ ബിറ്റ്വീൻ ഷാഫ്റ്റ് ആർ മെയ്ഡ് പോസിബിൾ ബൈ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെന്റ് ഓഫ് ദ ബാൾ ഓൺ ദ ടൂർണിയൻ പിൻ. ഇൻവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് മൂവ്മെന്റ്, നമ്മളെന്താ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ഉള്ള മൂവ്മെന്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന, ആംഗിളിന് അഡ്ജസ്റ്റ് ചെയ്യുന്ന, ഷാഫ്റ്റിന് മൂവ്മെന്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ബോൾസ് ആണ് ഇതിനെല്ലാം വേണ്ടി സഹായിക്കുന്നത്. ബോൾ ആൻഡ് ടൂർണിയൻ യൂണിവേഴ്സൽ ജോയിന്റ് ഈസ് ഈസിലി റെക്കഗ്നൈസ്ഡ് ബൈ ദ ഫ്ലെക്സിബിൾ ഡസ്റ്റ് ബൂട്ട്. ഞാൻ പറഞ്ഞിരുന്നു, ബോൾ ആൻഡ് ടൂർണിയൻ ടൈപ്പ് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും എന്താണ്, ആ പ്രൊപ്പലർ ഷാഫ്റ്റിൽ ഒരു റബ്ബർ ബൂട്ട്, റബ്ബറിന്റെ എന്താണ്, സ്പ്രിങ് പോലെ കിടക്കുന്ന റബ്ബറിന്റെ ഒരു പോർഷൻ ഉണ്ടാവും. അങ്ങനത്തെ ഒരു റബ്ബർ ബൂട്ട് ഉണ്ടെങ്കിൽ അതെന്താണ്, ബോൾ ആൻഡ് ടൂർണിയൻ ടൈപ്പ് ആണ്. അത് റെസിപ്പിയിലും അങ്ങനെ ബോൾ ആൻഡ് ബൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലും അതേപോലെ ബോൾ ആൻഡ് ബൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്രോസിൽ നിന്ന് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് ബോൾ ആൻഡ് ടൂർണിയനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റബ്ബർ ബൂട്ടിനെ കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് മെയിൻ ആയിട്ട് റബ്ബർ ബൂട്ടിന്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡസ്റ്റിനെയും പൊടിയെയും ചളീനെയും എന്തിലേക്ക് ഈ യൂണിവേഴ്സൽ ജോയിന്റിന്റെ ഉള്ളിലേക്ക് കയറാണ്ട് നോക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടി മാത്രമേ എന്തിനുള്ളൂ, ഈ
റബ്ബർ ബൂട്ടിന് ഉള്ളൂ. ഇതാണ് നമ്മൾ നോട്ടിലേക്ക് വരയ്ക്കേണ്ട ഫിഗർ. ഈ ബോൾ ആൻഡ് ടൂർണിയൻ ടൈപ്പില് നോട്ടിലേക്ക് വരയ്ക്കേണ്ട ഫിഗർ ഇതാണ്. ഇതിലെന്താണ്, ഇതാണ് നമ്മൾ പറഞ്ഞ റബ്ബർ ബൂട്ട്, ഡസ്റ്റിന് തടയാനുള്ള റബ്ബർ ബൂട്ടാണ് ഇത്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ എന്തായിരുന്നു, ഇവിടെ റോളർ ആണ് യൂസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ത്രെഡ് ടൈപ്പ് റോളർ ആണ് ഇവിടെ യൂസ് ചെയ്തത്. ഈ ഫിഗറിൽ എന്താണ്, ബോൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതൊരു ബോൾസ് ആണ്. ഇതിനെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഇവിടെ റബ്ബറിന്റെ 2 ലൈനിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്പ്രിങ്. ഞാൻ പറഞ്ഞു ഇതിന് എൻഡിൽ സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. എന്തിന്, ആംഗിൾ ഇതിലും നിൽക്കാണ്ട് വരുന്ന ആംഗിൾ ചേഞ്ചസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതേപോലെ ഡ്രൈവ് ലൈൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പ്രിങ് യൂസ് ചെയ്യുന്നത്. ഇതാണ് കോമ്പൻസേറ്റിംഗ് സ്പ്രിങ്. ഇതാണ് നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെയും ഈ യൂണിവേഴ്സൽ ജോയിന്റിനെയും കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബർ ബൂട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഫിഗറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോട്ടിലേക്ക് വരയ്ക്കേണ്ടത്. ഏത് ബോൾ ആൻഡ് ടൂർണിയൻ നോട്ട് എഴുതുമ്പോൾ ഈ ഫിഗറാണ് അതിലേക്ക് വരച്ചെടുക്കേണ്ടത്. ഇനി അടുത്തത് കോൺസ്റ്റന്റ് വെലോസിറ്റി ടൈപ്പ് ആണ്. കോൺസ്റ്റന്റ് വെലോസിറ്റി ടൈപ്പ് ജോയിന്റുകള്, യൂണിവേഴ്സൽ ജോയിന്റ് എബോവ് ഹാവ് എ നോ ഡിഫക്ട് ഇൻ കോമൺ. ഈ നമ്മൾ ഇത്രയും പഠിച്ച് യൂണിവേഴ്സൽ ജോയിന്റിന് കോമൺ ആയിട്ട് എന്തുണ്ട്, ഒരു ഡിഫക്റ്റ് ഉണ്ട്. ആ ഡിഫക്റ്റ് ആണ് എന്ത്, ഇവർക്കൊക്കെ എന്താണ്, ജോയിന്റിൽ സ്പീഡ് ഡ്രൈവ്സ് ഷാഫ്റ്റ് ഡസ് നോട്ട് റിമെയിൻ യൂണിഫോം. എന്താണ്, ഈ ഡ്രൈവ് ഷാഫ്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാനുള്ള സാധ്യത. അതെന്താ, 2 പ്രൊപ്പല്ലർ ഷാഫ്റ്റ് നമ്മൾ യൂണിവേഴ്സൽ ജോയിന്റ് ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് വെച്ചിരിക്കല്ലേ. ഈ യൂണിവേഴ്സൽ ജോയിന്റും രണ്ടും മുകളിലേക്കും താഴേക്കും തെന്നി മാറാനുള്ള സാധ്യത എന്തിൽ കൂടുതലാണ്, ഇത്രയും പഠിച്ച ഷാഫ്റ്റുകളിൽ എല്ലാം സാധ്യത കൂടുതലാണ്. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കോൺസ്റ്റന്റ് വെലോസിറ്റി ടൈപ്പ് പ്രൊപ്പല്ലർ ഷാഫ്റ്റുകൾ, യൂണിവേഴ്സൽ ജോയിന്റുകൾ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. Depending upon the angle of inclination, the drive shaft speed undergoes cyclic variation. നമ്മൾ പറഞ്ഞു ഒരു പൾസ് മൂവ് ചെയ്യണം, എന്ത് ചെയ്യണം, ഇതില് വേരിയബിൾ ടൈപ്പിലൊക്കെ എന്ത് മൂവ് ചെയ്യുക, ടോർക്ക് മൂവ് ചെയ്യുക. ഇങ്ങനെ പൾസ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താ, ഒരു പൾസ് ചെയ്യുന്ന അടുത്ത പൾസിന്റെ ഇടയിൽ ഒരു ലാഗ് ഉണ്ടാവും. ഈ ലാഗ് ഓവർകം ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് വെലോസിറ്റി ടൈപ്പ് പ്രൊപ്പല്ലർ ഷാഫ്റ്റുകൾ യൂസ് ചെയ്തിരുന്നത്. ഇവിടെ എന്താണ്, സൈക്ലിക് വേരിയേഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സൈക്ലിക് വേരിയേഷൻസ് ഉണ്ടാവാനുള്ള കാരണം എന്താ, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് മുകളിലേക്ക് താഴേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ടും, അത് എന്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്, ആംഗിൾസിൽ വരുന്ന ചേഞ്ച് കൊണ്ട്, അത് നമ്മൾ ഹംബോ കട്ടറോ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ആ ഒരു മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന സൈക്ലിക് വേരിയേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്യും, ഓവർകം ചെയ്യാൻ വരും. അതാണ് മറ്റേ വേരിയബിൾ ടൈപ്പിന്റെ ഏറ്റവും വലിയ ദൂഷ്യം എന്ന് പറഞ്ഞാൽ അതാണ്. വൺ മെത്തേഡ് ടു ഓവർകം ദിസ് ബൈ യൂസിങ് 2 ജോയിന്റ്സ്. നമ്മൾ ആദ്യം പഠിച്ചൊരു യൂണിവേഴ്സൽ ജോയിന്റ് ഉണ്ട്. അതിലെന്താണ്, ഒറ്റ യൂണിവേഴ്സൽ ജോയിന്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഇവിടെ എന്താണ്, 2 യൂണിവേഴ്സൽ ജോയിന്റുകൾ യൂസ് ചെയ്യാണ്. എന്ത്, ആദ്യത്തേൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അടുത്തൊരു യൂണിവേഴ്സൽ ജോയിന്റും കൂടി യൂസ് ചെയ്ത് ഇവിടെ ആ വരുന്ന വേരിയേഷൻസ് എല്ലാം അഡ്ജസ്റ്റ് ആക്കുകയാണ്. അത് ഞാൻ ഫിഗർ കാണിച്ചിട്ട് അപ്പൊ ഒന്നുകൂടി മനസ്സിലാവും. The intermediate shaft is so arranged that it make equal angles x with first and second. എന്താണ്, ആ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ ചേഞ്ചസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആരാണ്, അടുത്തൊരു യൂണിവേഴ്സൽ ജോയിന്റും കൊടുത്ത് ആ യൂണിവേഴ്സൽ ജോയിന്റ് ആണ് ഇവിടെ വരുന്ന ആംഗിൾ ചേഞ്ചസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. The variation caused by one joint is cancelled out by the second. ഫസ്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന ആംഗിൾ ചേഞ്ചസിലെ വേരിയേഷൻസ് ഒക്കെ അടുത്തത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ആ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇതെന്താണ്, ഒരു കണ്ടിന്യൂസ് വേരിയബിൾ ജോയിന്റ് ആണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ എന്ത്, യൂണിവേഴ്സൽ ജോയിന്റ്. ഇതാണ് സെക്കൻഡ് യൂണിവേഴ്സൽ ജോയിന്റ്. ഇവിടെ കണ്ടോ, ഈ ഇതുകൊണ്ട് ഉണ്ടാവുന്ന ആംഗിൾ വേരിയേഷൻസ്, ഇവിടെ എന്താ ഒരു ആംഗിൾ വേരിയേഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട്, അത് ഇവിടെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിലുണ്ടാവുന്ന വേരിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അടുത്തൊരെണ്ണം യൂസ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ വേരിയേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന് ആ ഒരു ധർമ്മം മാത്രമേ ഉള്ളൂ, ഇവിടുത്തെ വേരിയേഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ധർമ്മം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് എവിടേക്കാണ്, ഇത് ഫ്രണ്ട് എഞ്ചിനിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആട്ടോ. ഫ്രണ്ടിൽ തന്നെ എഞ്ചിനും ഫ്രണ്ടിൽ തന്നെ പവറും കൊടുക്കുന്നത്. നമ്മുടെ കാറിലൊക്കെ അങ്ങനെയല്ലേ, ഫ്രണ്ടിൽ തന്നെയാണ് എഞ്ചിനും ഫ്രണ്ടിലേക്കാണ് പവറും കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു ടൈപ്പ് CV ടൈപ്പ് ജോയിന്റ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഉണ്ടാവുന്നതെല്ലാം ഇവിടെ അഡ്ജസ്റ്റ് ആവും. അതുകൊണ്ട് എന്താണ്, ആ വേരിയേഷൻ, പൾസിൽ വരുന്ന വേരിയേഷൻ ഇവിടെ ഉണ്ടാവില്ല. ഇതാണ് ഒരു റസപ്പ ടൈപ്പ് കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റ്. റസപ്പ ടൈപ്പ് കോൺസ്റ്റന്റ് വെലോസിറ്റി. കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റിലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ജോയിന്റ് ആണ് എന്ത്, റസപ്പ ടൈപ്പ് കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റ്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ട യൂണിവേഴ്സൽ ജോയിന്റിന്റെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇതും. പക്ഷെ എന്താ, അതില് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ എന്താണ്, ക്രോസ് ഇല്ല, അതേപോലെ എന്തില്ല, നമ്മുടെ
സ്പ്രിങ്ങോ പിന്നോ അതേപോലെ സ്പൈഡറോ റോളറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇവിടെ എന്താണ് കുറച്ച് നെട്ടും ബോൾട്ട് പോലത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച റബ്ബർ ബൂട്ട് പോലെ തന്നെ. റെസപ്പ ടൈപ്പ് കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റുകളാണ് ഇപ്പൊ എല്ലാ മിക്ക വണ്ടികളിലും നമ്മൾ കാണുന്നതൊക്കെ ഈ റെസപ്പ ടൈപ്പ് കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റുകളാണ്. ഇതിന്റെ എന്താണ് മോഡിഫൈഡ് രൂപങ്ങളൊക്കെ പല വണ്ടികളും ഇതിനെ മോഡിഫൈ ചെയ്യും. ഇതിനെ അവരുടേതായ സ്പെസിഫിക്കേഷനിലേക്ക് മോഡിഫൈ ചെയ്യും. ഇങ്ങനെ മോഡിഫൈ ചെയ്ത റെസപ്പ ടൈപ്പ് കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റുകളാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് എല്ലാം. ഇതിലെന്താണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഉണ്ട്, 2 പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഉണ്ട്. ഇതാണ് ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഇത് അടുത്ത പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ അൻഡിൽ എന്താ ഒരു ത്രെഡ് ഷേപ്പ് ഒരു സ്ട്രക്ചർ ഇതിനകത്തുണ്ട്. ഇതിന് 2 പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെയും ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നതാണ് എന്ത് ഇന്നർ റൈസ് എന്ന് പറഞ്ഞത്. ഇത് ഏകദേശം എന്താണ് ഒരു നട്ട് പോലെ തന്നെ ഉള്ള ഒരു പോർഷൻ ആണ് എന്ത് ഇന്നർ റൈസ്. ഇതെന്താ 2 ഷാഫ്റ്റിലേക്ക് കയറി നിൽക്കും. ഇതിന്റെ പുറത്തു ഭാഗത്ത് എന്തുണ്ട് കുറെ ടീത്തുകൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. ഈ ടീത്തിലേക്ക് ഈ ഒരു സംഭവം ഇറക്കി വെക്കും. ഇതെന്താണ് കേജ് എന്നാ പറയുക. ഈ കേജ് എവിടേക്ക് ഇറക്കി വെക്കും? ഇന്നർ റൈസിലേക്ക് ഇറക്കി വെക്കും. ഈ കേജിൽ എന്തുണ്ട് കുറെ സ്ലോട്ടുകൾ ഉണ്ട്. ഇതിൽ എന്തുണ്ട് 6 സ്ലോട്ടുകൾ ഉണ്ട് ഇതിൽ. ഈ 6 സ്ലോട്ടിലും നമ്മൾ ആദ്യം പഠിച്ച ബോൾ ടൈപ്പ് പഠിച്ചില്ലേ, ബോൾ ആൻഡ് ടൂർണിയൻ ടൈപ്പ് വേരിയബിൾ ടൈപ്പില് അതിലേക്ക് ഈ ബോളുകൾ ഇറക്കി വെക്കുക ചെയ്യുന്നു. ഈ ബോളുകൾ എന്താ ഇതിൽ കടന്ന് മൂവ് ചെയ്യാൻ സാധിക്കും. ഈ ബോള് നമ്മൾ ആദ്യം പഠിച്ച ബോൾ ആൻഡ് ടൂർണിയനിലൊക്കെ എന്തേ ഉള്ളൂ 4 ബോളുകളെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ എന്തുണ്ട് 6 ബോളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് എവിടെയാണ് കൊടുത്തിരുന്നത്? അത് ക്രോസിന്റെ മുകളിലുള്ള സ്ലോട്ടിലാണ് അല്ലെങ്കിൽ ഗ്രൂവിലാണ് എന്ത് കൊടുത്തിരുന്നത് ബോൾ കൊടുത്തിരുന്നത്. ഇത് ക്രോസ് അല്ല, ഇതെന്താണ് നെറ്റ് പോലെ ഉള്ള ഒരു സ്ട്രക്ചർ ആണ്. ആ നെറ്റിന്റെ മുകളിൽ ഒരു ഇന്നർ റൈസ് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കേജ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഇറക്കി വെച്ചിരിക്കുകയാണ്. ആ കേജിലുള്ള സ്ലോട്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ബോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റ് ആണ് റെസപ്പ ജോയിന്റുകൾ. ഇനി ഈ ബോൾട്ടിലേക്ക് ഇറക്കി വെച്ച ഇന്നർ റൈസും ബോൾസും ഒക്കെ ഇട്ട് ഇത് ഫിക്സ് ചെയ്ത് ക്ലാമ്പ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് വെച്ച് റബ്ബർ ബൂട്ട് വെച്ച് കവർ ചെയ്യുന്നു. ഇവിടെ എന്താണ് നമുക്ക് എന്ത് ചെയ്യരുത് വെലോസിറ്റി പൾസ് പോലെ പോവരുത്, അല്ലെങ്കിൽ ടോർക്ക് എന്ത് ചെയ്യരുത് പൾസ് പോലെ പോവരുത്. ഇതെന്താ ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആയിട്ട് പോകണം. ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ വരുന്ന വേരിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ കണ്ട ഫിഗറിലെ പോലെ ഒരു റെസപ്പ ടൈപ്പ് കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റ് കൂടി കൊടുക്കും. അപ്പൊ ഇവിടുത്തെ ആംഗിൾ ചേഞ്ചസ് അവിടെ അഡ്ജസ്റ്റ് ആയി പോകും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് 2 ജോയിന്റുകൾ ഈ റെസപ്പ ടൈപ്പ് കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റുകളിൽ യൂസ് ചെയ്യും. ഇതുണ്ടോ ബോൾ ആൻഡ് ടൂർണിയൻ ടൈപ്പിലും കോൺസ്റ്റന്റ് വെലോസിറ്റി ടൈപ്പിലും വരുന്ന വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതൊരു ബോൾ ആൻഡ് ടൂർണിയൻ ടൈപ്പ് ജോയിന്റ് ആണ്. ഇതെന്താ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്, ഇവിടുന്ന് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വരുന്നുണ്ട്, ഇതാണ് കോമ്പൻസേറ്റിംഗ് പിൻ ഉണ്ട്. ഇവിടെ എന്താണ് ക്രോസിന് മുകളിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത് ബോൾ കൊടുത്തിരിക്കുന്നത്, ഇവിടെ അതുപോലെ ബോൾ ഉണ്ട്. ഈ കേസിൽ കണ്ടോ ഇതൊരു ഒറ്റ സ്ട്രക്ചർ ആയിട്ടാണ് പോകുന്നത്. ഇവിടുത്തെ ഒരൊറ്റ ഇതാണ് നമ്മുടെ കേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ച ഇന്നർ റൈസ് ഉണ്ട്, അതിന് മുകളിലെ കേജ് ആണ്. കേജിന്റെ മുകളിൽ എന്താണ് ബോൾ കൊടുത്തിട്ടുണ്ട്. ബോളിന് എന്ത് ചെയ്യുന്നത് കവർ ചെയ്തിട്ട് ഒരു ഹൗസിങ് കൊടുത്തിട്ടുണ്ട്. ഇത് റബ്ബറിന്റെ ബൂട്ടും മെറ്റലിന്റെ ബൂട്ടും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇവിടെ. ഇതിൽ പക്ഷെ റബ്ബർ ബൂട്ട് മാത്രമേ യൂസ് ചെയ്യാറുണ്ട്. അതാണ് നമ്മൾ ആദ്യം പഠിച്ചത് പറയുന്നത് ബോൾ ആൻഡ് ടൂർണിയൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും വലിയ മെത്തേഡ്, ഏറ്റവും സുഖകരമായിട്ടുള്ള എന്താണ് റബ്ബർ ബൂട്ട് ഉണ്ടോ എന്നുള്ള നോക്കുക എന്നുള്ളതാണ് ബോൾ ആൻഡ് ടൂർണിയൻ ടൈപ്പിന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മെറ്റലിന്റെ ബൂട്ടും കൊടുക്കാറുണ്ട്. ഇത്രയും ഡിഫറൻസ് ആണ് അതിനുള്ളത്. ഈ കോൺസ്റ്റന്റ് വെലോസിറ്റി റെസപ്പ ജോയിന്റുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന 4x4 വണ്ടികളിലും ഫ്രണ്ട് വീൽ ഡ്രിവൺ വണ്ടികളിലാണ്. ഫ്രണ്ട് വീൽ ഡ്രിവൺ വണ്ടി പറഞ്ഞാൽ ഫ്രണ്ടിലെ എഞ്ചിനും ഫ്രണ്ടിലെ ആക്സിലേക്ക് തന്നെ പവർ കൊടുക്കുക. ഫോർ വീൽ ഡ്രൈവിൽ എന്താണ് എല്ലാ വീലുകളിലേക്കും പവർ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ കേസിൽ എന്താണ് ഇതേ റെസപ്പ ടൈപ്പ് ജോയിന്റുകളാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂണിവേഴ്സൽ ജോയിന്റ് എടുത്ത സമയത്ത് പറഞ്ഞു ഏകദേശം 18 ഡിഗ്രി വരെ ആംഗിൾ മൂവ്മെന്റ്സ് ആണ് എന്തിന് സാധിക്കുക യൂണിവേഴ്സൽ ജോയിന്റുകൾക്ക് സാധിക്കുക. പക്ഷെ ഈ റെസപ്പ ടൈപ്പ് യൂണിവേഴ്സൽ ജോയിന്റ് ഏകദേശം 30 ഡിഗ്രിയിൽ വരെയുള്ള ആംഗിൾ ചേഞ്ചസ് നടത്താൻ ആര് ഹെൽപ്പ് ചെയ്യും? ഈ റെസപ്പ ടൈപ്പ് കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റ് ഹെൽപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ്. ഇതെന്താ നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ടോപ്പിക്കാണ്. അതേപോലെ യൂണിവേഴ്സൽ ജോയിന്റ് എന്താന്നുള്ള കാര്യം നമ്മൾ പഠിച്ചുള്ളൂ. ഈ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ എന്താണ് പക്ഷെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക 2-3 വട്ടം ക്ലാസ് കേട്ട് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ അയക്കുക. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് യൂണിവേഴ്സൽ ജോയിന്റ്? യൂണിവേഴ്സൽ ജോയിന്റ്സിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്നുള്ളതാണ് ഉള്ളത്. 3 ഫങ്ഷൻസ് നമ്മൾ എന്ത് ചെയ്തിരുന്നു ആദ്യം എഴുതി വെച്ചിരുന്നു. ആ 3 ഫങ്ഷൻസും എഴുതുക. രണ്ടാമത്തെ എന്താണ്? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ബോൾ ആൻഡ് ടൂർണിയൻ ജോയിന്റ് വിത്ത് ഫിഗർ. ബോൾ ആൻഡ് ടൂർണിയൻ ജോയിന്റ് ഏത് ഫിഗറാണ് വരയ്ക്കേണ്ടെന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്.
അതേപോലെ എന്താ ബോൾ ആൻഡ് ടൂർണിയൻ ജോയിന്റിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുകയും ചെയ്യും. നമ്മൾ ആ എടുത്ത കാര്യങ്ങൾ എന്താണ് അത് എഴുതിയാലും മതി. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് യൂണിവേഴ്സൽ ജോയിന്റെ ഫങ്ഷൻസും അതിന്റെ 3 ക്ലാസിഫിക്കേഷൻസും, മൂന്ന് മെയിൻ ക്ലാസിഫിക്കേഷൻ, 2 ക്ലാസിഫിക്കേഷൻസാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്നത് വേരിയബിൾ ജോയിന്റ് ആയിരുന്നു. അടുത്തത് കോൺസ്റ്റന്റ്, ഫസ്റ്റത്തെ വെലോസിറ്റി വേരിയബിൾ വെലോസിറ്റി ടൈപ്പും രണ്ടാമത്തെ കോൺസ്റ്റന്റ് വെലോസിറ്റി ടൈപ്പ് എന്നും. അതിൽ വേരിയബിൾ വെലോസിറ്റി ടൈപ്പിൽ 2 നമ്മൾ നോക്കി. ഏതൊക്കെയായിരുന്നു? ബോൾ ആൻഡ് ടൂർണിയനും അതേപോലെ ക്രോസ് സ്പൈഡർ ജോയിന്റ് നോക്കി. രണ്ടാമത്തെ എന്ത് നോക്കി നമ്മൾ? രണ്ടാമത്തേല് റസപ്പ ജോയിന്റ് നോക്കി. ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. ഈ 3 ജോയിന്റുകൾ മാത്രമേ നമുക്ക് അതിൽ പഠിക്കാനുള്ളൂ. അതിലെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ക്രോസിൽ, അതായത് സെൻട്രൽ ബ്ലോക്കിൽ വരുന്ന വ്യത്യാസമാണ് ഇതിനെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇത്ര കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കണം നിങ്ങൾ എല്ലാവരും. എക്സാമിന് അങ്ങനെ ചോദിച്ച് കാണാറില്ല, എന്നാലും നമ്മളത് മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അതെല്ലാവരും ക്ലാസ് കേൾക്കുക, എന്നിട്ട് എല്ലാം ഒന്നുകൂടി 2-3 വട്ടം റിവൈസ് ചെയ്ത് കേൾക്കുമ്പോൾ എല്ലാം ക്ലിയർ ആവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.